ഫ്രണ്ട്സ്, നമ്മുടെ കേരള ഹൈക്കോടതിയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പെർമനന്റ് വാക്കൻസിയാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിലേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതെല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നെല്ലാം വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, ബെല്ലേക്ക് എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ദ ഹൈക്കോർട്ട് ഓഫ് കേരള നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാർച്ച് 27 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. 39,300 മുതൽ 83,000 വരെയാണ് ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. ഇനി ഇതിലേക്ക് രണ്ട് രീതിയിലുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം 4/2024. അതിൽ 4 വേക്കൻസിയാണ്. ഇത് ബാക്ക്ലോഗ് വേക്കൻസിയാണ്. ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ്. അതായത് PWD കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വന്നിരിക്കുന്നത് 5/2024 ഇതിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 41 പ്രതീക്ഷിത വേക്കൻസികളാണ്. അപ്പം വേക്കൻസി കൂടാനൊക്കെ സാധ്യതയുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഏജ് ലിമിറ്റ് ആണ്. അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2/1/1988, 1/1/2006. ഈ പറയുന്ന രണ്ട് ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 36 വയസ്സ് വരെ, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റ് നോക്കിയാൽ മതി. 2/1/1988 എന്ന് പറയുന്ന ഡേറ്റിനോ അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, 2006 ഇതിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക, ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഡേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2/1/1983 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ആയിരിക്കും. അവർക്ക് 2/1/1985 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് OBC ആണെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 41 വയസ്സ് വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിനും ഡിവോഴ്സ്ഡ് ആയുള്ള വനിതകൾക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 50% മാർക്കോടുകൂടി ജസ്റ്റ് നിങ്ങൾക്ക് ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ബിരുദത്തിൽ 50% മാർക്കില്ല, നിങ്ങൾക്ക് നിങ്ങൾ PG എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. PGയിൽ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ട്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഈ പറയുന്ന ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി എന്താണ്, നിങ്ങൾക്ക് LLB ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബിരുദമാണ്, ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. BS ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ BA, BCom, BSc, നിങ്ങൾക്ക് BE ഓർ BTech എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നോൺ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള എനി ഗ്രാജുവേഷനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് എന്താണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, ഉയർന്ന PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MA, MSc അങ്ങനെയുള്ളവർക്കും MCom അങ്ങനെയുള്ളവർക്കും, അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന ME or MTech അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതാണോ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും അതിലേക്ക് അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് നിയമത്തിലുള്ള ബിരുദമുള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു 50% മാർക്ക് വേണമെന്നുള്ള കണ്ടീഷൻ ഉണ്ട്, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 50% മാർക്ക് വേണം, നിർബന്ധമില്ല, ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. 1 ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, 2 ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, 3 ഇൻ്റർവ്യൂ. ഈ 3 രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്. ഒന്ന് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആ ഒരു എക്സാമിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത്. 100 മാർക്കിനാണ് ഇത് വരുന്നത്. OMR ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് 100 മാർക്കിനാണ് ചോദിക്കുക. അത് OMR ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ 60 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് എന്തുണ്ടാകും, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെയും ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ അതിൽ ആൻസർ കീ വരുന്നതുണ്ട്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ കയറുക. നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ടു മോർ ലിങ്ക്സ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ല നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാകും, ലിങ്കിലുണ്ടാകും. ഇവിടെ കാണാം സ്റ്റഡി മെറ്റീരിയൽസ് എന്നാൽ ക്ലിക്ക് ചെയ്യാം.
അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേരള ഹൈക്കോടതി അസിസ്റ്റൻറ്റ്, പിന്നെ ISRൻ്റെ ഒക്കെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ ഇതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് കേരള ഹൈക്കോടതി അസിസ്റ്റൻറ്റ് എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. നിങ്ങൾക്ക് ആദ്യം തന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ ഇനി ഒബ്ജക്റ്റീവ് ടെസ്റ്റിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ പറഞ്ഞത് 100 ക്വസ്റ്റൻ ആയിരിക്കും. അതിൽ 1 മാർക്കായിരിക്കും ഒന്ന് ശരിയായാൽ, ദെൻ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും നിങ്ങൾ റോങ് ആയിട്ട് ആൻസർ ചെയ്താൽ. അതിൽ നമുക്ക് പ്രധാനമായിട്ടും 75 മിനിറ്റ് ആയിരിക്കും ടൈം ഡ്യൂറേഷൻ. ഏതൊക്കെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജനറൽ ഇംഗ്ലീഷിൽ 50 ക്വസ്റ്റൻ ഉണ്ടായിരിക്കും, 50 മാർക്കിനുള്ള ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. ജനറൽ നോളജിൽ 40 മാർക്കിനുള്ള ക്വസ്റ്റൻ ഉണ്ടായിരിക്കും. പിന്നെ ഈ ജനറൽ നോളജിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫാക്ട് അബൌട്ട് ഇന്ത്യ, കേരള, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറണ്ട് അഫെയർ, ഇതാണ് വരിക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ ഡിഗ്രി ലെവലുള്ള എന്താണ് ബുക്കുകളൊക്കെ നോക്കി നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പിന്നെ ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് 10 മാർക്കിന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിന് എക്സ്ട്രാ സിലബസ് ഒന്നും നോക്കി പോകേണ്ട ആവശ്യമില്ല. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇനി ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് 60 മിനിറ്റാണ് ടൈം ഡ്യൂറേഷൻ വരുന്നത്. ഇതിൽ നമുക്ക് കോംപ്രഹെൻഷൻ, ഷോർട്ട് എസ്സേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്ക് കാര്യങ്ങളൊക്കെ തന്നെ അതിനെക്കുറിച്ച് വിവരിക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വരിക. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ്റെ മാതൃകയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. കേരള ഹൈക്കോടതി അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് കാണിച്ചിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഏതെങ്കിലും ഇതാ വീഡിയോസ് റീസെൻ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്താൽ ഏതെങ്കിലും വീഡിയോസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണെങ്കിലും അതിൻ്റെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം, താഴെ ഇവിടെ കാണാം ഡൗൺലോഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആണിട്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ പേജ് ഓപ്പൺ ആയിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള കേരള ഹൈക്കോടതി അസിസ്റ്റൻറ്റ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് ഡൗൺലോഡ് ചെയ്യാം. ചെറിയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ 10 മാർക്കിനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അപേക്ഷാ ഫീസ് നമുക്ക് 500 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീയും കൊടുക്കേണ്ട, PWD കാൻഡിഡേറ്റ്സിന് യാതൊരു ഫീയും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ടെസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും എന്താണ് ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടാകും. അതുകൊണ്ട് പ്രശ്നമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അതത് ജില്ലകളിൽ എക്സാം എഴുതാന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് അതായത് കോൾ ലെറ്ററൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക ഈ എക്സാമിൻ്റെ 2 ആഴ്ച മുന്നേ 3 ആഴ്ച മുന്നേ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മെയിൽ വരും. ഓക്കെ, നിങ്ങളെ മെയിൽ വഴി അറിയിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളാണ്. ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 3-4 ഏപ്രിൽ 3-നാണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുന്നത് നമുക്ക് എന്താണ് 2-5-2024 ക്ലോസ് ചെയ്യുന്നത് കേട്ടോ, ലാസ്റ്റ് ഡേറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അടിക്കാം. ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 6-5 വരെ എന്ത് ചെയ്യാം, ഇത് ചലാൻ ജനറേറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 10-5 വരെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് എന്താണ് ബാങ്ക് ത്രൂ അല്ലെങ്കിൽ ഈ പറയുന്ന ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഫീ അടയ്ക്കുന്നതായിട്ട് ഏറ്റവും നമുക്ക് ഡയറക്റ്റായിട്ട് ഓൺലൈനായിട്ട് ATM കാർഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ UPI ഒക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഫീ അടയ്ക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് 2-5-2024 പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഞാൻ നോട്ടിഫിക്കേഷനിൽ കാണിച്ചു, നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ നോട്ടിഫിക്കേഷനിൽ ഡേറ്റ് കാണിച്ചു. അതായത് നമുക്ക് ഏപ്രിൽ 3 മുതലാണ് ഇത് അപേക്ഷ സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് കാണാം ഹൈക്കോർട്ട് ഓഫ് കേരള റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ എന്നിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് ഏറ്റവും താഴായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ കാണാം. ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം രജിസ്റ്റർ നൗ എന്നുള്ള ബട്ടൺ. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക, മെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ ഏതായാലും നിങ്ങളത് കൊടുക്കുക. സെലക്ട് സിറ്റിസൺ ഇന്ത്യൻ എന്നുള്ള കൊടുക്കുക. ബൈ ബർത്ത് ആണോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആണോ എങ്ങനെയാണ് സിറ്റിസൺ എന്നുള്ളത് സെലക്ട് ചെയ്യുക നമ്മൾ. ഇനി നമ്മൾ കേരളത്തിലുള്ളവരാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവരാണോ എന്നുള്ളതാണ്. അപ്പം കേരളത്തിലുള്ളവരാണ് കേരള എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ കാറ്റഗറി SC/ST OBC EWS ഏതായാലും നിങ്ങളത് കൊടുക്കുക. ഇനി കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ നോൺ കേരളമായിട്ട് എന്ന് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കേരളത്തിന് പുറത്തുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മളിവിടെ കൊടുക്കേണ്ട യൂസർ ID നമ്മൾ എന്ത് ചെയ്യുക, ഒരു യൂസർ ID ഇവിടെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ചാനലിൻ്റെ യൂസർ ID ഒരു ഇതാണ് പേരാണ് കൊടുക്കുന്നത്. യൂസർ ID ആയിട്ട് GOCL എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തോ ശേഷം നമ്മളിവിടെ പാസ്വേഡ് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ വീണ്ടും അത് റീ എൻട്രി ചെയ്യുക. ഓക്കെ, എന്നിട്ട് ക്യാപ്ച കോഡ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ സെൻഡ് OTP ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിതൊന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം.
അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റയുടെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സർവീസ് ചാർജ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സെൻഡ് OTP ഫോർ രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ OTP അടിക്കാനുള്ളൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിലേക്ക് OTP വന്നിട്ടുണ്ടാകും. OTP നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീസെൻറ്റ് OTP എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇതിന് ഞാനിപ്പോൾ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള 1 ടൈം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ എന്ത് ചെയ്തു, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മളൊരു തവണ ജസ്റ്റ് എന്തെങ്കിലും ഇതിൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യും, ഈ പറയുന്ന പേജ് ലോഡായിട്ട് ലോഗിൻ പേജിലേക്ക് പോകും. ഇനി ലോഗിൻ പേജിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ നേരത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ പേജ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെയും കയറാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ യൂസർ ID എന്നുള്ളിടത്ത് നമ്മൾ കൊടുത്ത യൂസർ നെയിം കൊടുക്കുക. ഞാൻ GOCL എന്നായിരുന്നു കൊടുത്തു. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത യൂസർ IDയും അതുപോലെ പാസ്വേഡും കൊടുത്തു. ക്യാപ്ച കോഡ് അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ഞാനിവിടെ ലോഗിൻ എന്ന് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡാണ് കാണുന്നത്. അപ്ലൈ നൗ എന്നുള്ളടത്ത് 0 ആണ്. റാങ്ക് ലിസ്റ്റ്, അതുപോലെ എക്സാം, ഇങ്ങനെ ആൻസർ കീ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഡാഷ്ബോർഡിൽ. ഓക്കെ, അപ്പോൾ നിലവിൽ ഇപ്പം വന്നിരിക്കുന്ന അനൗൺസ്മെൻറ്റ് ഇവിടെ കാണാൻ പറ്റും. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ദ പോസ്റ്റ് ഓഫ്, നിങ്ങൾക്കിവിടെ കാണാം അസിസ്റ്റൻറ്റ്. ഓക്കെ, പിന്നെ ഇത് കേരള ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷൻ്റെ ഒക്കെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലാണ്. അപ്പോൾ നിലവിൽ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് ഈ പറയുന്ന ഡേറ്റ് ഞാൻ കാണിച്ചല്ലോ. നമുക്ക് ഈ പറയുന്ന ഏപ്രിൽ 3 മുതലാണ് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് കേട്ടോ, ഓൺലൈൻ ഫോം ഫില്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ജസ്റ്റ് നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾ, അപ്പോൾ നമുക്ക് ഇത് കണ്ട് നമ്മുടെ വീഡിയോസ് ആരൊക്കെയാണ് കാണുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് നമ്മൾ അത്തരം വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ്, നിങ്ങൾക്കുള്ള ഡൗട്ട് ഉള്ള മേഖലകൾ, അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്കൊരു ഡോക്യുമെൻ്ററി ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അത് ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല. ഏപ്രിൽ 3 ലിങ്ക് ഓപ്പൺ ആകുക. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യട്ടോ. പിന്നെ നമ്മുടെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ലിങ്കും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. ഇല്ല നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് കയറിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.